എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതേണ്ട ഈ കാണുന്ന കുപ്പി ഇന്ന് കട്ട് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളമാണ്. ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ കുപ്പി, മെഷീന്, അതുപോലെ ഗ്ലൗസ്, കൈയിടാൻ വേണ്ടി, അതുപോലെ കണ്ണാടി. നമ്മൾ ആദ്യം കുപ്പി കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് മാർക്ക് ചെയ്യാണ്. കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി വേണ്ട അളവിന് നമ്മളൊരു സ്കെയിലും പേനയും ഉപയോഗിച്ച് മാർക്ക് ചെയ്യാണ്. വട്ടത്തിൽ മാർക്ക് ചെയ്തെടുത്ത വഴി കറക്റ്റായിട്ട് നമുക്കന്നപ്പം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഗ്ലാസ്സൊക്കെ വെച്ചാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്, കണ്ണിലൊന്നും വീഴാതെ ഇരിക്കാൻ വേണ്ടി. അതുപോലെ കയ്യിലൊന്നും അതിൻ്റെ ചില്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി ഗ്ലൗസും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചുറ്റിനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിംഗ് വഴിയാണ് നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടിങ് സ്മൂത്തായിട്ട് കട്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ഡയമണ്ട് ബിറ്റ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം പതിയെ ഒന്ന് ചുറ്റിനൊന്ന് വരഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഒരു സൈഡ് ഫുള്ള് കട്ട് ചെയ്യല്ല, ആദ്യം ചുറ്റിനും വട്ടത്തിൽ മൊത്തം ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കത് മൊത്തം ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. മൊത്തം കുപ്പി നമ്മളിപ്പം വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ടാണ് നമ്മളിപ്പം കടന്നിരിക്കുന്നത്. ഇപ്പം ഫുള്ള് കട്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതിൻ്റെ കണക്ഷൻ ഉള്ളൂ. ബാക്കി എല്ലായിടവും ഗ്ലാസ് ചുറ്റിനും കട്ടായി. നമ്മൾ ചെറുതായിട്ടും തട്ടിയപ്പം തന്നെ അതങ്ങ് അടർന്നു പോന്നു. ഇത് വട്ടത്തിലിപ്പം നല്ല ഷേപ്പിൽ നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. സാൻഡ് പേപ്പറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് പേപ്പർ പിടിക്കുന്നത്. ഒരു കൈയൊന്നും കൊള്ളാതെ നല്ല ബ്ലേഡായിട്ടാണ് അതിരിക്കുന്നത്. നമ്മളത് മൊത്തം ഒന്ന് ഉരച്ച് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. എന്നാലേ നമുക്കൊന്ന് ശരിക്കുന്നത് പിന്നീട് അത് മിഷൻ വെച്ചൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ആ ഒരു ഗ്ലാസിൻ്റെ തരികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉരയ്ക്കുന്നത്. വീണ്ടും നമ്മൾ മെഷീനിൽ ഗ്രൈൻഡിംഗ് വീൽ ഇട്ടുകൊണ്ട് അതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. പേപ്പർ പിടിച്ച് അതിൻ്റെ കുറേ ഭാഗം പോയായിരുന്നു. അതിപ്പം അതിൻ്റെ ഇനി ഇത് കറക്റ്റായിട്ട് മെഷീനിലാണ് നമ്മളിത് ലെവൽ ചെയ്തെടുക്കുന്നത്. അത് ഓരോ ഭാഗങ്ങളാകും ആദ്യം ഉരച്ച് കുറേ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചുറ്റിനും പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നത്. കട്ട് ചെയ്തെടുത്തതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വേറെ വീല് ഇതിട്ടുകൊണ്ട് നല്ലപോലെ ഉരയ്ക്കും. കൈയിട്ടൊന്നും ഉരയ്ക്കാതെ ഇരിക്കാൻ നോക്കണം ആരും. എന്ന് വെച്ചാൽ ഗ്ലാസ് ആയതുകൊണ്ട് കയ്യിലൊക്കെ കൊണ്ട് മുറിയാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ കൂടുതലും പേപ്പർ തന്നെ പിടിക്കണം. ഗ്ലൗസൊക്കെ ഇട്ട് പിടിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ മെഷീനിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ചുകൊണ്ട് പതിയെ പിടിക്കുക. ഹാർഡായിട്ട് പിടിച്ചാൽ അവിടെ പൊട്ടി തെറിച്ചു പോകും. അപ്പം പതിയെ വേണം ആദ്യം ഒന്ന് പിടിച്ച് ലെവൽ ചെയ്തതിന് ശേഷം വേണം നമ്മൾ രണ്ടാമത് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കാൻ വേണ്ടി. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മളതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിലോട്ട് കൊണ്ടുവരികയാണ്. ഇട്ട് നല്ലപോലെ പിടിച്ച് നമ്മളതിൻ്റെ ഷേപ്പാക്കി എടുക്കും, കയ്യൊന്നും കൊണ്ട് മുറിയാത്ത രീതിയിലോട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മെഷീനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക.
പിന്നെ നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ പേപ്പർ പിടുത്തമാണിത്. വെള്ളം ഒഴിച്ച് സ്മൂത്ത് പേപ്പറിലിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരച്ചത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കുവാണ്. ഫൈനൽ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ഗ്ലാസ് ഏകദേശം വൃത്തിയായിട്ടുണ്ട്. കൈയൊന്നും കൊണ്ട് ഇനി മുറിയൊന്നുമില്ല. ഇനിയിപ്പം നമുക്കിതൊന്ന് ഒരു വേസ്റ്റ് ഇട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ പല ഷേപ്പിലുമൊക്കെ കുപ്പികളൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോകളൊക്കെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്ലവർ സ്റ്റാൻഡ്. ഇനി നേരെ ഫൈനൽ വീഡിയോ ഇട്ട്